എല്ലാവർക്കും ബിസിനസ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 കുറിച്ചാണ്. ഇതിന് മുമ്പത്തെ വീഡിയോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കുറിച്ചായിരുന്നു. ബികോം സിലബസ് പ്രകാരം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പല വിദ്യാർത്ഥികളും ഇത് നേരത്തെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. പാർട്ണർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ +2-ന് നമ്മൾ അക്കൗണ്ടൻസി ഒരു പേപ്പർ തന്നെ നമ്മൾ ഈ പാർട്ണർഷിപ്പും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇത് അതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. LLP എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. LLP means a partnership formed and registered under Limited Liability Partnership Act 2008. LLP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം ഫോം ചെയ്ത രജിസ്റ്റർ ചെയ്ത പാർട്ണർഷിപ്പ് ഫേമിനെയാണ് നമ്മൾ എന്ത് പറയുക? LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയാം. Limited liability partnership is a combination of both partnership and corporation. ഒരു കമ്പനി കോർപ്പറേഷൻ്റെയും പാർട്ണർഷിപ്പിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് LLP എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ഓഫ് ദീസ് ഫേംസ്. ഈ രണ്ട് ഫേമിൻ്റെയും സ്വഭാവവിശേഷങ്ങൾ ഉള്ളതാണ് LLP എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരുവിധം എൻ്റർപ്രണേഴ്സ് എല്ലാം തന്നെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഈസ് ഗവേൺ. എല്ലാ LLPയും ഗവേൺ ചെയ്യുന്നത് അണ്ടർ ദി LLP ആക്ട് 2008 ആണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിന്റെ പേര് 2008 വെച്ചിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും ഇന്ത്യയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏപ്രിൽ 2009 This form of organization would be quite useful for small and medium enterprises in general. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനാണ് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഫോർ ദി എന്റർപ്രൈസസ് ഇൻ സർവീസ് സെക്ടറിലുള്ള എന്റർപ്രൈസസുകൾക്കാണ് ഇൻ പർട്ടിക്കുലർ ഇത് യൂസ്ഫുൾ ആകുന്നത്. Internationally, it is a common type of business, particularly for service industry or for activities involving professionals. Internationally, ഇതൊരു കോമൺ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, വളരെ കോമൺ ആണ്, പ്രത്യേകിച്ചും സർവീസ് ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ പ്രൊഫഷണൽസിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നിടത്തൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന LLP എന്ന് പറയുന്ന ഫോം ഓഫ് ബിസിനസ്. ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ഈ ആക്ട് ഇന്ത്യ മുഴുക്കെ ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. സൈലിയൻറ്റ് ഫീച്ചേഴ്സ് ഓർ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് എ ലീഗൽ എൻറ്റിറ്റി. The LLP shall be a body corporate formed and incorporated under the LLP Act 2008 and is a legal entity separate from that of its partners. LLP Act 2008 പ്രകാരം ഫോം ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് LLP. അതുകൊണ്ട് തന്നെ ഇസ് എ ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. അതിൻ്റെ പാർട്ട്നേഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കാവുന്ന ലീഗൽ എൻറ്റിറ്റിയാണ് LLP. ഇപ്പം നമ്മൾ കമ്പനിയൊക്കെ അങ്ങനെയാണ്, അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും വേറിട്ട് നിന്ന് സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള ഒന്നായിരിക്കും കമ്പനി. അതിൻ്റെ പേരിൽ സ്യൂ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സ്വന്തം നിലനിൽപ്പ് അതിനുണ്ടാകും. അപ്പം അതുപോലെയാണ് പാർട്ട്നേഴ്സിൽ നിന്ന് വേറിട്ട് ഉള്ളൊരു ലീഗൽ എൻറ്റിറ്റി, സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള ഒന്നായിരിക്കും നമ്മുടെ ഈ പറയുന്ന LLP എന്ന് പറയുന്നത്. അതിൽ പാർട്ട്നേഴ്സ് പോവോ വരുമോ ചെയ്താൽ അതൊന്നും LLPനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. Any two or more persons associated for carrying on a lawful business with a view to profit ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നോ രണ്ടോ ആളുകൾ അസോസിയേറ്റ് ചെയ്യാം, ഒരുമിച്ച് ചേരുകയും മേ ബി സബ്സ്ക്രൈബിങ് ദ നെയിംസ് ടു ആൻ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ്. ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിൽ അവരുടെ പേര് സംബന്ധിച്ച് എഴുതി ഒപ്പിട്ട് അതിന് ശേഷം ആൻഡ് ഫയലിംഗ് ദ സെയിം വിത്ത് ദ രജിസ്ട്രാർ. ഈ രജിസ്ട്രാർക്ക് അത് ഫയൽ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്സ് ഫേം ഫോം ചെയ്യാവുന്നതാണ്, രൂപീകരിക്കാവുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ഫോർമൽ വേ എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, സ്ഥിരമായ നിലനിൽപ്പ് അതിനുണ്ട്. LLP ഷാൾ ഹാവ് പെർപ്പച്വൽ സക്സഷൻ. കണ്ടിന്യൂസ് എന്നുള്ള മീനിങ് തന്നെയാണ്. കണ്ടിന്യൂസ് സക്സഷൻ ഉണ്ട്. എനി ചേഞ്ച് ഇൻ ദ പാർട്ട്നേഴ്സ് ഓഫ് LLP ഷാൾ നോട്ട് അഫക്ട് ദ എക്സിസ്റ്റൻസ്, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് LLP.
തന്നെ ഇവിടെ പറഞ്ഞത്. കമ്പനിയിലേക്ക് ഓണേഴ്സ്, കമ്പനിയുടെ മെമ്പേഴ്സ് വരുമോ പോകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വരുമോ പോവുകയോ ചെയ്തു കഴിഞ്ഞാലൊന്നും വിഷയമല്ല. കമ്പനി അത് തനതായ ശൈലിയിൽ അതങ്ങനെ നിലനിൽക്കും. അതുപോലെയാണ് LLPയുടെ കേസും. പാർട്ട്നേഴ്സ് മാറിക്കഴിഞ്ഞാലൊന്നും അത് LLPൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. അതിലെ റൈറ്റ്സിനോ ലാബിലിറ്റീസിനെയോ എക്സിസ്റ്റൻസിനെയോ ഒന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പുതിയ പാർട്ട്നേഴ്സിന് ജോയിൻ ചെയ്യാം, നിലവിലുള്ള പാർട്ട്നേഴ്സിന് പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് ആയി പോകും, ഒന്നും അതിൻ്റെ തുടർച്ചയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ എണ്ണം. എവറി LLP ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ്, ചുരുങ്ങിയത് 2 പാർട്ട്ണർ ഉണ്ടായിരിക്കണം. ആൻഡ് ഷാൾ ഓൾസോ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ് ആസ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ട് 2 ഇൻഡിവിജ്വൽസ് ചുരുങ്ങിയത് വേണം. ഓഫ് ഹും, ആ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 ഷാൾ ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അതിൽ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. ഇന്ത്യയിൽ റെസിഡൻ്റ് ആവുക എന്ന് പറയുമ്പോൾ 152 ദിവസമെങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത വ്യക്തിയാവണം. ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ് ടു ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആർ കൺസേൺഡ്. അത് എത്ര മാക്സിമം ലിമിറ്റ് അത്രയൊന്നും ഇല്ല, മിനിമം 2 പേരുണ്ടാവണമെന്നേ ഉള്ളൂ. ഫർദറായിട്ട് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഏതെല്ലാം തരം പാർട്ട്നേഴ്സ്? എനി ഇൻഡിവിജ്വൽ ഓർ ബോഡി കോർപ്പറേറ്റ് മേ ബി എ പാർട്ണർ ഇൻ LLP. LLPക്കകത്ത് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റിന് തന്നെയോ ഒരു പാർട്ട്ണർ ആകാവുന്നതാണ്. ഓരോരോ ഇൻഡിവിജ്വൽ മാത്രമല്ല LLPക്കകത്ത് പാർട്ട്നേഴ്സായിട്ട് വരിക, ബോഡി കോർപ്പറേറ്റുകളും പാർട്ട്നേഴ്സായിട്ട് വരും. Body corporate means a company as defined in the Indian Companies Act and includes Indian Companies Actൽ ഡിഫൈൻ ചെയ്ത പ്രകാരമുള്ള കമ്പനീസ് ആണ് ബോഡി കോർപ്പറേറ്റ്. ആൻഡ് LLP രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട്, ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത LLP ബോഡി കോർപ്പറേറ്റിനകത്ത് വരുന്നതാണ്. ആൻഡ് LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത LLP ഇതിനകത്ത് വരും. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഫോം ചെയ്ത ഒരു കമ്പനി ഇതിനകത്ത് വരും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾക്കും ഇതിനകത്ത് പാർട്ണറായിട്ട് വരാം, ഇൻഡിവിജ്വലിനും പാർട്ണറായിട്ട് വരാം എന്നാണ് പറയുന്നത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആർ ഗവേൺഡ് ബൈ ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൽ ഇപ്പോൾ 2 പാർട്ട്ണർ 3 പാർട്ട്ണറൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആ പാർട്ട്നേഴ്സ് പരസ്പരമുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഗവേൺ ചെയ്യുന്നത് അവർക്കിടയിലുള്ള എഗ്രിമെന്റ് പ്രകാരമാണ്. ഓർ ബിറ്റ്വീൻ ദ LLP ആൻഡ് ദ പാർട്ട്നേഴ്സ്. LLP നമ്മുടെ ലീഗൽ എൻറ്റിറ്റി ആണ്, പാർട്ട്നേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ പറഞ്ഞു നേരത്തെ. ആ LLPയും അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ്, അവർക്കിടയിലുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് സബ്ജക്റ്റ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് LLP ആക്ട് 2008. 2008 LLP ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഇവർക്കിടയിൽ LLPൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും ഇടയിലുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരിക്കുന്നത്. പാർട്ട്നേഴ്സ് ആസ് ഏജന്റ്. Every partner of LLP is for the purpose of the business of the LLP, the agent of the LLP, but not of other partners. ഓരോ പാർട്ട്ണറും LLPയിലെ ഓരോ പാർട്ട്ണറും ആ LLPയുടെ ബിസിനസ് എന്താണോ അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ആ LLPയുടെ ഏജൻറ്റുകളാണ്. പക്ഷെ മറ്റൊരു പാർട്ട്ണറുടെ ഏജൻ്റ് ആവില്ല. അതായത് ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ട്ണർ ഏജൻ്റ് ആവുന്നില്ല. നമ്മൾ നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ളത് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്ട്നേഴ്സും അവിടെ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ളത്. ഒരാൾ മറ്റൊരാളുടെ ഏജൻ്റായിട്ടും അതേസമയം പ്രിൻസിപ്പളായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ പരസ്പരം ഏജൻ്റ് ആവുന്നില്ല. LLPയുടെ ആക്ടിവിറ്റികൾക്ക് വേണ്ടി മാത്രമേ ഏജൻ്റ് ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the partners of LLP are limited only the amount contributed by them. എത്രയാണോ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്രക്ക് വരെയുള്ള ലയബിലിറ്റി മാത്രമേ പാർട്ട്നേഴ്സിന് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് പരിചയമുള്ള പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റിട്ട് അവിടെ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് വീട്ടേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ് നമ്മളന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എത്രയാണോ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് അത്രേ ലയബിലിറ്റി ഉള്ളൂ. No partners will be individually liable for any wrongful act of the other partner. ഒരാളും ഒരാളുടെ ഏജന്റ് അല്ല നമ്മളിവിടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണറുടെ തെറ്റായ പ്രവർത്തികൾക്ക് മറ്റൊരു പാർട്ട്ണർ ഇൻഡിവിജ്വലി ലയബിൾ ആവുകയില്ല. നെയിം ഓഫ് ദ ഫേം. Every LLP shall use the word limited liability partnership or its acronym LLP as the last word of the name. എല്ലാ LLP സ്ഥാപനങ്ങളും അവരുടെ പേരിൻ്റെ അവരുടെ നെയിം എന്താണോ അതിൻ്റെ എൻഡിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ LLP എന്നുള്ളത് എൻ്റെ അക്രോണിമോ അങ്ങനെ ചുരുക്കപ്പേരോ കൊടുക്കേണ്ടതായിട്ട് വരും, നിർബന്ധമാണ്. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ കമ്പനിക്ക് കൊടുക്കുന്ന പോലെ തന്നെ. ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ.
Every LLP is under an obligation to maintain annual account reflecting true and fair view of its state of affairs. എല്ലാ LLPയും അവരുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വ്യക്തമായിട്ട് അവരുടെ പിന്നെ പൊസിഷൻ കൃത്യമായിട്ട് കാണിക്കുന്ന രീതിയിൽ ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആനുവൽ അക്കൗണ്ടുകൾ മീൻസ് നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പറയുന്ന പോലെ എല്ലാ ആനുവൽ അക്കൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് ബാധ്യതയാണ്. A statement of account and solvency must be filed with the registrar every year. എല്ലാ വർഷവും സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടും സോൾവൻസിയും രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. വൈൻഡിങ് അപ്പ് എങ്ങനെയാണ്? LLP may be wound up either voluntary or by the tribunal and an LLP so wound up may be dissolved. wound up ചെയ്യുന്നത് വളണ്ടറിലി സ്വമേധയാ wound up ചെയ്യാം, അല്ലെങ്കിൽ ട്രിബ്യൂണൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടുമ്പോൾ ട്രിബ്യൂണലൊക്കെ ഇടപെട്ടതിന് ശേഷം അവരുടെ വിധി പ്രകാരം അത് wound up ചെയ്യാം, അങ്ങനെ അത് പിരിച്ചുവിടാം. ദെൻ ഫോർമേഷൻ. അതുവരെ നമ്മൾ ഇതിനടുത്ത് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമേഷൻ വരുന്നത്. An LLP is a body corporate formed and incorporated under the LLP Act 2008. It has legal entities separate from that of its partners and have a perpetual succession. അതിൻ്റെ പാർട്ട്നേഴ്സിൽ നിന്നും അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അതിന് കണ്ടിന്യൂസ് തുടർച്ചയുണ്ട്. Every limited liability partnership shall have at least 2 partners and there is no maximum limit. ചുരുങ്ങിയത് 2 വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് LLP എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവിടെ എത്ര പേരുണ്ടെന്നുള്ളതിന് ലിമിറ്റ് ഒന്നുമില്ല. An individual or body corporate may be a partner in a limited liability partnership. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിനോ ഒക്കെ LLPക്കകത്ത് പാർട്ണർ ആകാവുന്നതാണ്. എവറി LLP ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ണർ. എല്ലാത്തിലും ഒരു ചുരുങ്ങിയത് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം ടു ഡു ഓൾ ദ ആക്ട്സ് അണ്ടർ ദി ലോ. ഈ ലോ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഹു ആർ ഇൻഡിവിജ്വൽസ്, അവർ വ്യക്തികളായിരിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽസിനും ബോഡി കോർപ്പറേറ്റിനും വരാമെന്ന്, പക്ഷേ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് വരേണ്ടവർ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ടാകുമ്പം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെ 2 പേര് ഉണ്ടാവണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം ഷാൾ ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതിൽ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 152 ദിവസം സ്റ്റേ ചെയ്ത ആൾ. ഇൻ കേസ് എനി ബോഡി കോർപ്പറേറ്റ് ഈസ് എ പാർട്ണർ ദെൻ ഹി വിൽ ബി റിക്വയർഡ് ടു നോമിനേറ്റ് എനി പേഴ്സൺ ആസ് ഇറ്റ്സ് നോമിനി ഫോർ ദ പർപ്പസ് ഓഫ് LLP. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് പാർട്ണർ ആയിട്ടുള്ളത് എങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വ്യക്തിയെ, അതായത് ഒരു ഇൻഡിവിജ്വലിനെ അവർ നോമിനേറ്റ് ചെയ്തിരിക്കണം. ഈ LLPയുടെ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടി അവരുടെ ഒരു നോമിനി ആയിട്ട് ഒരാളെ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. 2 പേരുണ്ടെങ്കിൽ തന്നെ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ഇൻഡിവിജ്വലും ഒരാൾ ബോഡി കോർപ്പറേറ്റും ആണെങ്കിൽ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് അവിടെ സാധ്യമാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി കോർപ്പറേറ്റ് ആണ് പാർട്ണർ എങ്കിൽ അവരുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു നോമിനി ആയിട്ട് ഒരു വ്യക്തിയെ, ഒരു ഇൻഡിവിജ്വലിനെ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം, നോമിനേറ്റ് ചെയ്തിരിക്കണം. The following entities and or persons can become a partner in the LLP. LLPയിൽ പാർട്ണർ ആകാവുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. An LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു LLPക്ക് മറ്റൊരു LLPയിൽ പാർട്ണറായിട്ട് നിലകൊള്ളാവുന്നതാണ്. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്ത് ഫോം ചെയ്തത് മീൻസ് ഇന്ത്യൻ കമ്പനി, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് മീൻസ് ഫോറിൻ കമ്പനി. ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ഒരു LLPയിൽ പാർട്ണറായിട്ട് നിലകൊള്ളാവുന്നതാണ്. ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് അകത്ത് റെസിഡൻ്റ് ആയിട്ടുള്ള മീൻസ് റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള ആളെന്ന് പറയുമ്പോൾ നോൺ റെസിഡൻറ്റിന് ആർക്ക് വേണമെങ്കിലും ഒരു LLPക്കകത്ത് പാർട്ണറായിട്ട് നിലകൊള്ളാവുന്നതാണ്. ആ ഇൻഡിവിജ്വൽ ഷാൾ നോട്ട് ബി കേപ്പബിൾ ഓഫ് ബിക്കമിങ് എ പാർട്ണർ ഇൻ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഒരു ഇൻഡിവിജ്വലിന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ പാർട്ണറായിട്ട് നിൽക്കാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ ഹി ഹാസ് ബീൻ ഫൗണ്ട് ടു ബി ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ എ കോർട്ട് ഓഫ് കോമ്പീറ്റൻറ്റ് ജൂറിസ്ഡിക്ഷൻ. ആ ഒരു അധികാര പരിധിയിലുള്ള ഒരു കോടതി അയാളെ അൺസൗണ്ട് മൈൻഡായിട്ട് കണ്ടെത്തുകയും അതും പ്രാബല്യത്തിലുണ്ടാകുകയും അതിപ്പോഴും അത് പ്രാബല്യത്തിലുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ണറായിട്ട് നിൽക്കാൻ പറ്റില്ല.
ഹീസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, അതായത് ഇൻസോൾവെന്റ് ആണ്, ആ ഒരു പൊസിഷനിൽ നിന്ന് ഇതുവരെ മുക്തമാവാത്ത ഒരാൾ, അതായത് അറ്റ് പ്രസന്റും അയാൾ ഇൻസോൾവെന്റ് തന്നെയാണ്, അങ്ങനത്തെ ഒരാൾക്കും പറ്റില്ല. ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ് ആൻഡ് ഹിസ് അപ്ലിക്കേഷൻ ഈസ് പെൻഡിങ്. നമ്മൾ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കോടതിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുക, പിന്നീട് നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ സ്വയം ഞാൻ ഇൻസോൾവെന്റ് ആണെന്ന് പറഞ്ഞിട്ടല്ല ഇൻസോൾവെന്റ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അപ്ലിക്കേഷൻ പെൻഡിങ് ആണ്, അതിൽ തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കും പാർട്ണറായിട്ട് നിൽക്കാൻ പറ്റില്ല. ദെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് ഒരു LLP നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് LLP ദർ ഈസ് നോ കോൺസെപ്റ്റ് ഓഫ് എനി ഷെയർ ക്യാപിറ്റൽ. അവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ല. ബട്ട് എവറി പാർട്ണർ ഈസ് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് LLP ഇൻ സം മാനർ ആസ് സ്പെസിഫൈഡ് ഇൻ LLP അഗ്രിമെൻറ്റ്. LLP അഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു എമൗണ്ട് എല്ലാ പാർട്ട്നേഴ്സും LLPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ അവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പറയുമ്പോൾ ഒരു കമ്പനിയുടെ സ്വഭാവവിശേഷമൊക്കെ തന്നെയാണ് ഇതിനുള്ളത് എങ്കിൽ പോലും. The contribution of partners may consist of tangible, movable or immovable. പാർട്ട്നേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ ആവാം? മേ കൺസിസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആവാം, മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ഓർ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ആവാം, ഓർ അതർ ബെനിഫിറ്റ് ടു ദ LLP ഇൻക്ലൂഡിങ് മണി. പണമടക്കമുള്ള വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യലാവാം, പ്രോമിസറി നോട്ട് ആവാം, അതർ എഗ്രിമെന്റ്സ് ടു കോൺട്രിബ്യൂട്ട് ക്യാഷ് ഓർ പ്രോപ്പർട്ടി, ക്യാഷോ പ്രോപ്പർട്ടിയോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് ആവാം, ആൻഡ് കോൺട്രാക്ട് ഫോർ സർവീസ് പെർഫോംഡ് ഓർ ടു ബി പെർഫോംഡ്, എന്തെങ്കിലും ഒരു സർവീസ് പെർഫോം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ആവാം, കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കാം. ദ മോണിറ്ററി വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ണർ ഷാൾ ബി അക്കൗണ്ടഡ് ഫോർ. ഓരോ പാർട്ണറും ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഏത് രൂപത്തിൽ വേണമെങ്കിലും ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ മോണിറ്ററി വാല്യൂ എന്ത് ചെയ്തിരിക്കണം? അക്കൗണ്ട് ചെയ്തിരിക്കണം. ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി അക്കൗണ്ട്സ്, അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. ഓഫ് ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എങ്ങനെയാണോ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം അക്കൗണ്ടിനകത്ത് അതെല്ലാം വരവ് വെച്ചിരിക്കണം, അതിൻ്റെ മോണിറ്ററി വാല്യൂസ് എന്നാണ് പറഞ്ഞത്. And the obligation of a partner to contribute money or other property or other benefit or to perform service for an LLP shall be as per the LLP agreement. The obligation of partner to contribute മണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ സർവീസ് പെർഫോം ചെയ്യുന്ന എന്തായിക്കോട്ടെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈ LLPയിലെ എഗ്രിമെൻറ്റിൽ എങ്ങനെയൊക്കെയാണോ പ്രസ്താവിച്ചിട്ടുള്ളത് ആ കണ്ടീഷൻസിനൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കണം ഈ കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ LLP അഗ്രിമെൻറ്റ് എന്താണെന്ന് നോക്കാം. LLP അഗ്രിമെൻറ്റ് മീൻസ് എനി റിട്ടേൺ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഓഫ് ദി LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവർക്കിടയിലുള്ള റിട്ടേൺ അഗ്രിമെൻ്റ് ആവാം, ഓർ ബിറ്റ്വീൻ ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ആ LLP എന്ന് പറയുന്ന സ്ഥാപനവും അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെയും ആ ഒരു രണ്ട് ടീമിൻ്റെ ഇടയിലുള്ള എഗ്രിമെൻറ്റ് വിച്ച് ഡിറ്റർമിൻസ് ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും ഈ എഗ്രിമെൻ്റാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ദർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അവരുടെ ഈ പറയുന്ന പാർട്ട്നേഴ്സും അതുപോലെ തന്നെ LLPൻ്റെയും ഇടയിലുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ആ റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് LLP എന്ന് പറയുന്നത്, LLP അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ദ എഗ്രിമെൻറ്റ് കണ്ടെയ്ൻസ് നെയിം ഓഫ് LLP. അഗ്രിമെൻറ്റിനകത്ത് എന്തെല്ലാം കണ്ടെയ്ൻ ചെയ്യും? LLPയുടെ നെയിം ഉണ്ടായിരിക്കും, നെയിം ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, ഫോം ഓഫ് കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ രൂപം എങ്ങനെയെന്നുണ്ടാവും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും, ആൻഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. ഇത്രയും കാര്യങ്ങൾ LLP എഗ്രിമെൻറ്റിനകത്ത് അടങ്ങിയേക്കാം. ഇൻ കേസ് നോ എഗ്രിമെൻറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു, the rights and duties as prescribed under Scheduled 1 of the LLP Act shall be applicable. അഗ്രിമെൻറ്റിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ, ഈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള കാര്യങ്ങളില്ല എങ്കിൽ അത് നമ്മൾ LLP ആക്ടിലെ ഷെഡ്യൂൾ 1 പ്രകാരം ഉള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസാണ് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. then it is possible to amend the LLP agreement. നമുക്ക് അമെൻഡ് ചെയ്യാവുന്നതാണ്, അതായത് മാറ്റങ്ങൾ ഇടയ്ക്കൊക്കെ വരുത്താവുന്നതാണ്. ബട്ട് എവറി ചേഞ്ച് മെയ്ഡ് ഇൻ ദ സെഡ് അഗ്രിമെൻറ്റ്, മേൽപ്പറഞ്ഞ എഗ്രിമെൻറ്റിൽ എന്തൊരു മാറ്റം വരുത്തുകയാണെങ്കിലും മസ്റ്റ് ബി ഇൻറ്റിമേറ്റഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനി, അത് കമ്പനിയുടെ രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം.
കാരണം അത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രാറെ കൃത്യമായിട്ട് അറിയിച്ചിട്ടേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ദെൻ പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. Partners in relation to a limited liability partnership means any person who became a partner in the LLP in accordance with the limited liability partnership agreement. Limited liability partnership agreement അനുസരിച്ച് LLPയിൽ പാർട്ട്ണർ ആയേക്കാവുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്ത് പറയാവുന്നതാണ്? LLPയുടെ പാർട്ട്ണർ എന്ന് പറയാവുന്നതാണ്. ആൻഡ് എവറി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ്. എല്ലാത്തിനും എന്ത് 2 പാർട്ട്ണറെങ്കിലും ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ആൻഡ് ഷാൾ ഓൾസോ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ്. അതിൽ 2 പേര് ഇൻഡിവിജ്വൽസ് തന്നെ ആയിരിക്കണം. ആസ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ട് 2 ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കണം. ഓഫ് ഹും അറ്റ്ലീസ്റ്റ് 1 ഷാൾ ബി റെസിഡന്റ് ഇൻ ഇന്ത്യ. അതിലൊരാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. Resident India means a person who has stayed in India for a period of not less than 182 days. 182 ദിവസത്തിൽ കുറയാതെ ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത ഒരാളെയാണ് നമ്മൾ റെസിഡന്റ് എന്ന് പറയാം. എന്ന് നമ്മുടെ ഈ റെലവൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം, ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 1 year. ഇപ്പോൾ designated partners means a partner who is designated as such in the incorporation document. Incorporation document അനുസരിച്ച് ഡെസിഗ്നേറ്റ് ചെയ്ത പാർട്ട്നേഴ്സ് ആണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിനകത്ത് ആരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് ആ പേഴ്സൺസ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. പിന്നീട് എനി പാർട്ട്ണർ മേ ബിക്കം എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. ആർക്ക് വേണമെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാവുന്നതാണ് ബൈ ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് LLP അഗ്രിമെൻറ്റ്. LLP അഗ്രിമെൻറ്റ് പ്രകാരം ആർക്കും DP ആകാവുന്നതാണ്. ആൻഡ് ഹി മേ സീസ് ടു ബി എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇൻ അക്കോർഡൻസ് വിത്ത് LLP അഗ്രിമെൻറ്റ്. LLP അഗ്രിമെൻറ്റ് പ്രകാരം അവർക്ക് ഈ ഡെസിഗ്നേറ്റഡ് പാർട്ണർഷിപ്പ് അവസാനിപ്പിക്കാവുന്നതുമാണ്. An individual shall not become a DP in any LLP unless he has given his prior consent to act as such to the LLP. ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് പ്രവർത്തിച്ചോളാം എന്നുള്ളൊരു മുൻകൂർ സമ്മതം, ഒരു പ്രയർ കൺസെൻറ്റ് നൽകിയിട്ടില്ലാത്ത ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല? ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവാൻ പറ്റില്ല. Every LLP shall file with the registrar the particulars of every individual who has given his consent to act as DP within 30 days of his appointment. ഒരു പാർട്ട്ണറെ, ഒരു ഇൻഡിവിജ്വലിനെ പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അയാൾ DP ആയിട്ട് പ്രവർത്തിക്കാൻ സമ്മതമാണെങ്കിൽ ആ ഒരു സമ്മതപത്രം എല്ലാ LLP സ്ഥാപനവും രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. 30 ദിവസത്തിന് ഉള്ളിൽ ഫയൽ ചെയ്തിരിക്കണം ആ കൺസെൻറ്റ്. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ പിന്നീട് DP ആവാൻ പറ്റുള്ളൂ. LLP may appoint DP within 30 days of vacancy arising. നമ്മളൊരു DP റിസൈൻ ചെയ്യുകയോ അവർ DP കാലാവധി അവസാനിപ്പിക്കുകയോ ചെയ്ത ഒരു വേക്കൻസി ഉണ്ടായി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ അടുത്തൊരു DPനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. എവറി ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഷാൾ ഒബ്റ്റെയിൻ എ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. DPIN നമ്പർ എന്ത് ചെയ്തിരിക്കണം? എല്ലാ ഡെസിഗ്നേറ്റഡ് പാർട്ണറും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. And for this the provisions of Companies Act also is applicable. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് എല്ലാ DPയും DPIN കളക്ട് ചെയ്തിരിക്കണം, വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആയിരിക്കുകയും ചെയ്യും. ദെൻ ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ സെക്ഷൻ 11 പ്രകാരം നമ്മൾ രജിസ്ട്രേഷനിലൂടെ എങ്ങനെയാണ് LLP ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻ ഓർഡർ ടു ഇൻകോർപ്പറേറ്റ് ആൻ LLP ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് two or more person associated for carrying on a lawful business with a view to profit ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി ഒരു ലോഫുൾ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നതിന് വേണ്ടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 2-3 വ്യക്തികളൊക്കെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള 2-3 വ്യക്തികൾ ഷോൾ സബ്സ്ക്രൈബ് ദെയർ നെയിം ടു ആൻ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ്. ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിനകത്ത് അവരുടെ പേര് ചേർത്തിരിക്കണം, അവരുടെ പേര് എഴുതി സംബന്ധിച്ച് ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. It shall be filed with the prescribed fees and in the manner prescribed by the registrar of the state where the registered office of the LLP is situated. LLPയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിലെ രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ഫീസോട് കൂടി പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ഏതാണോ ഇതിൻ്റെ ഒരു രീതി ആ ഒരു തരം അനുസരിച്ച് ഈ മേൽ പറഞ്ഞിട്ടുള്ള ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്യേണ്ടതാണ്. A statement in the prescribed form should also be filed along with the incorporation document.
നമ്മൾ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഡിക്ലറേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സമർപ്പിക്കേണ്ടതുണ്ട്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് all the requirement of the act and rules have been complied with in the case of incorporation. ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ടിലും റൂൾസിലും പറഞ്ഞിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റും നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടത്. The statement should be made by either an advocate or a company secretary or a chartered accountant or a cost accountant who is engaged in the formation of LLP. LLPയുടെ ഫോർമേഷനിൽ എൻഗേജ് ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് ആവാം, കമ്പനി സെക്രട്ടറി ആവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, കോസ്റ്റ് അക്കൗണ്ടന്റ് ആവാം. ഇവരിൽ ആരെങ്കിലും ഒരാൾ ആയിരിക്കണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ചെയ്തിരിക്കേണ്ടത്. കൂടാതെ ആരും കൂടെ ഉണ്ടായിരിക്കണം, ബൈ എനി വൺ ഹൂ സബ്സ്ക്രൈബ് ഹിസ് നെയിം ഇൻ ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് പേര് കൊടുത്തിട്ടുള്ള മറ്റാരാച്ചാൽ അവരും ഉണ്ടായിരിക്കണം, ഒരാളും ഉണ്ടായിരിക്കണം. ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഷാൾ ബി ഇൻ എ ഫോം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നമ്മൾ ഈ ആക്ടിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കണം ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. ഷാൾ സ്റ്റേറ്റ് ദ നെയിം ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതിനകത്ത് LLPന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ് ദ പ്രപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദി LLP ബിസിനസ്, ആ ഒരു LLP പ്രകാരം ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് അതിനകത്ത് പ്രസ്താവിച്ചിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ് ദ അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി LLPയുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് പേഴ്സൺ who are to be partner of LLP partnership on incorporation. ഇൻകോർപ്പറേഷനിലെ സമയത്ത് LLPയിൽ പാർട്ട്നേഴ്സ് ആകാം എന്ന് പറയുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരുടെ പേരും അഡ്രസ്സും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ who are to be designated partners of the LLP on incorporation. ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് LLPയിലെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആകാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ ആരൊക്കെയാണോ അവരുടെ നെയിം ആൻഡ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം. Contain such other information concerning the proposed limited liability partnership as may be prescribed. ഇതിൽ റൂളിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേറെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് വേണ്ടത് അതെല്ലാം ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. വെൻ ഓൾ ദ ഫോർമാലിറ്റീസ് ആർ കംപ്ലീറ്റ്, അപ്പം ഇങ്ങനെ പറഞ്ഞ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് എല്ലാം അനുസരിച്ചിട്ടുണ്ട് എങ്കിൽ, എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ദ രജിസ്ട്രാർ ഷോൾ വിതിൻ എ പീരിയഡ് ഓഫ് 14 days 14 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ദ LLP ഇൻ ദ നെയിം പ്രിസ്ക്രൈബ്ഡ് therein. അതിൽ പറഞ്ഞിരിക്കുന്ന പേരെന്താണോ ആ പേരിൽ ആ LLPനെ രജിസ്റ്റർ ചെയ്യും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. Every LLP shall have either the words limited liability partnership or the acronym LLP as the last word of its name. അതിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ഈ LLP എന്ന് ചുരുക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഫുൾ പേരോ കൊടുത്തിട്ടുണ്ടാവണം. Then the name selected shall not be undesirable in the opinion of the central government or identical or too nearly resemble to that of any other partnership firm or limited liability partnership or body corporate. സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിപ്രായ പ്രകാരം അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒന്നാവാൻ പാടില്ല. നമ്മൾ ഈ LLPക്ക് എന്ത് പേരാണോ ഇടുന്നത് അത് then the name selected shall not be undesirable in the opinion of the central government. LLPക്ക് നമ്മളൊരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞു, ആ പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ പ്രകാരം അൺഡിസൈറബിൾ ആവാൻ പാടില്ല, അനുഗുണമല്ലാത്ത ഒന്നാവാൻ പാടില്ല. or identical or too nearly resemble to that of any other partnership firm, LLP or body corporate etc. അപ്പം വേറെ ഏതെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെയോ അല്ലെങ്കിൽ LLPയുടെയോ ബോഡി കോർപ്പറേറ്റിന്റെയോ മറ്റ് ട്രേഡ് മാർക്ക് ഇങ്ങനെ ഉള്ളതിനോടൊക്കെ അതിന്റെ ആ പേരുകൾ എന്തൊക്കെയാണ് അതിനോട് വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള അതേപോലത്തെ പേരോ അല്ലെങ്കിൽ ടു നിയർലി റിസംബിൾ അതിനോട് വളരെയധികം സാമ്യമുള്ള തരത്തിലുള്ള പേരോ സെലക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. Then effect of registration. രജിസ്ട്രേഷന്റെ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. On registration, രജിസ്ട്രേഷനോട് കൂടി an LLP shall by its name be capable of LLP എന്തിനൊക്കെ capable ആവും നോക്കാം. Suing and being sued. അവർക്ക് കേസ് കൊടുക്കാം, കേസ് കൊടുക്കപ്പെടാം. അതായത് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാം, അതുപോലെ തന്നെ LLPന്റെ നേർക്ക് മറ്റുള്ള പുറമേ ഉള്ളവർക്ക് ഇങ്ങോട്ടും കേസ് കൊടുക്കാവുന്നതാണ്. കാരണം അവർക്ക് ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ പോലെ ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. പാർട്ട്നേഴ്സിൽ നിന്ന് വേറിട്ട് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. Acquiring, owning, holding and developing or disposing whether movable or immovable, tangible or intangible. ഇതാണല്ലോ ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ മൂവബിളോ ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആയിട്ടുള്ള വസ്തുവകകളെല്ലാം
എക്വയർ ചെയ്യാം, ഓൺ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം, വിറ്റ് ഒഴിവാക്കാം, എല്ലാം ചെയ്യാം. ഹാവിങ് എ കോമൺ സീൽ ഉണ്ടായിരിക്കും. ഒരു കമ്പനിക്കുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണത്. കോമൺ സീൽ ഉണ്ടാവും. ഡൂയിങ് ആൻഡ് സഫറിങ് സച്ച് അതർ ആക്ട് ആൻഡ് തിങ്സ് ആസ് ബോഡി കോർപ്പറേറ്റ് മേ ലോഫുള്ളി ഡു ആൻഡ് സഫർ. ഒരു ബോഡി കോർപ്പറേറ്റിന് നിയമപ്രകാരം ഡൂ ചെയ്യാവുന്ന സഫർ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവർ LLPക്കും ചെയ്യാവുന്നതാണ്. പെനാൽറ്റി ഫോർ ഇംപ്രോപ്പർ യൂസ് ഓഫ് വേർഡ്സ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഓർ LLP. പേരിന്റെ അവസാനത്തിൽ ഇത് ഒന്നിച്ചോ അല്ലെങ്കിൽ LLP ഷോർട്ടായിട്ടോ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ട്. ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 50,000 rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees. ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. 50,000 കുറയാത്തതും എന്നാൽ 5 ലക്ഷം രൂപ വരേക്ക് പോയേക്കാവുന്നതും. അതായത് 50,000-ന്റെയും 5 ലക്ഷത്തിന്റെയും ഇടയിലുള്ള ഒരു തുക ഫൈനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഇംപ്രോപ്പർ യൂസ് എന്തുമാത്രം നടത്തി അതിന്റെ എക്സ്റ്റെൻഡ് അനുസരിച്ച് ഈ 50,000-ന്റെയും 5 ലക്ഷത്തിന്റെയും ഇടയിലുള്ള ഒരു എമൗണ്ട് വരും എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു ഭാഗം കൂടെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാല്യൂബിൾ കമൻസ്, ഡൗട്ട്സ് എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് താഴെ നൽകണം. പലരും പല വീഡിയോസിനും അങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.